SFI വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച് KSU MSF പ്രവർത്തകർ. നാദാപുരം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെയാണ് KSU MSF പ്രവർത്തകർ ആക്രമിച്ചത്. KSU MSF പ്രവർത്തകരായ റംഷാദ്, നിഹാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആക്രമണം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന്. റമീസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റമീസ്, എന്താണ് ഉണ്ടായത്? ഇത്തരത്തിൽ SFI പ്രവർത്തകരെ ആക്രമിക്കാൻ എന്താണ് കാരണമായത്? ആവണി നാദാപുരം ഗവൺമെന്റ് കോളേജിൽ SFI പ്രവർത്തകരെയാണ് KSU MSF ചേരുന്ന UDSF സഖ്യത്തിന്റെ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത്. കോളേജിലെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടത്തുകയായിരുന്നു SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അക്ഷയ്, SFI പ്രവർത്തകനായ ഷാരോൺ എന്നിവരെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ UDSF പാനലിൽ നിന്ന് വിജയിച്ച ഫൈനാൻസ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റംഷാദ്, UDSF പ്രവർത്തകനായ നിഹാൽ എന്നിവരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. കോളേജിലെ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചതും അതുമായി നടത്തുന്ന പ്രവർത്തനത്തിനിടയിലാണ് ഈ ചെയർമാന്റെ നേതൃത്വത്തിലും ഫൈനാൻസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത്. കോളേജിലെ കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരുടെ അടക്കം പിന്തുണ ഈ UDSFകാർക്ക് ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികൾ നിലവിൽ വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം നിലവിൽ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആവണി, റമീസ്, ഈ ആക്രമണത്തിൽ ഈ SFI പ്രവർത്തകർ ആരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? നിലവിൽ SFI പ്രവർത്തകരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ആർക്കും വലിയ ഗുരുതര പരിക്കുകൾ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ക്രൂരമായ മർദ്ദനമാണ് നമുക്ക് വിദ്യാർത്ഥികളെ നേരിടേണ്ടി വന്നത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ UDSFന്റെ പ്രവർത്തകർ SFIയുടെ പ്രവർത്തകരെ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടും അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ഉണ്ടായ വാക്കുതർക്കത്തിൽ ആക്രമിച്ചത്. റമീസ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഈ പ്രവർത്തകർ SFI പ്രവർത്തകരെ ആക്രമിക്കുന്നത്. നിലവിൽ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ യാതൊരു നിയമ നടപടിയോ അല്ലെങ്കിൽ ഒരു നടപടിയും UDSFന്റെ പ്രവർത്തകർക്ക് നേരെ ഇതുവരെ കോളേജ് അധികൃതർ എടുത്തിട്ടില്ല. അതിനാൽ തന്നെ SFIയുടെ പ്രവർത്തകർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ആവണി, തീർച്ചയായും റമീസ് ഈ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാർത്ഥിയെ ചുറ്റും നിന്ന് MSF പ്രവർത്തകരും KSU പ്രവർത്തകരും അടക്കം ആക്രമിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും കോളേജിൽ ആ MSF പ്രവർത്തകർ അല്ലെങ്കിൽ KSU പ്രവർത്തകർ നടത്തുന്ന ഒരു അക്രമം ഈ ദൃശ്യങ്ങളിൽ നിന്നും വളരെയധികം വ്യക്തമാവുന്ന ഒന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ മറ്റു വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? നിലവിൽ മറ്റു പ്രതികരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്തായാലും ഈയൊരു കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളുടെയൊക്കെയും പിന്തുണ ഈ UDSFന്റെ പ്രവർത്തകർക്കുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത്തവണ UDF സഖ്യമാണ് നാദാപുരം ഗവൺമെന്റ് കോളേജിൽ യൂണിയനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് SFIയുടെ പ്രവർത്തകരെ ആക്രമിച്ചത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രവർത്തകരുടെ തീരുമാനം. തീർച്ചയായും ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കുറച്ചുനാളെ നമ്മൾ കണ്ടുവരികയാണ് SFIക്കെതിരെ വ്യാപകമായ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത്. ആ ഒരു തരത്തിലാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടാകുന്നത്, അതും KSU MSF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായും സംസ്ഥാനത്തിന് വ്യാപകമായി ഒരു ഇടതുവിരുദ്ധതയുടെ ഭാഗമായി SFI അടക്കം ക്രൂരമായി അധിക്ഷേപിക്കുന്ന രീതിയിലും തെറ്റായി ചിത്രീകരിക്കുന്ന രീതിയിലും വലിയ രീതിയിലുള്ള പ്രചരണം സംസ്ഥാനമൊട്ടുക്കും വിവിധ കോളേജുകളിൽ നടക്കുന്നതായി നമുക്ക് കാണാം. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇത്തരത്തിൽ നാദാപുരം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്നതും അവിടുത്തെ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നതും. കഴിഞ്ഞ ദിവസം നാദാപുരത്തിന് തൊട്ടരികെയുള്ള കൊയിലാണ്ടിയിലെ കോളേജിലും നടന്നതിന്റെ മറ്റൊരു ബാക്കി പത്രമാണ് നാദാപുരം ഗവൺമെന്റ് കോളേജിലും നടന്നത്. രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ കോളേജിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള മറ്റു നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ യാതൊരു നടപടിയിലേക്കും കോളേജ് അധികൃതർ കടന്നിട്ടില്ല. UDSFന്റെ നേരത്തെ പറഞ്ഞതുപോലെ UDSFന്റെ പ്രവർത്തകർക്ക് കോളേജിലെ അധ്യാപകരുടെ പിന്തുണയുള്ളതിനാൽ തന്നെ നിലവിൽ യാതൊരു നടപടിയും ഈ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കോളേജ് അധ്യയന വർഷം തുടങ്ങിയിട്ട് അല്പ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന രീതിയിലാണ് കോളേജും അധികൃതരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
തീർച്ചയായും റമീസ് ഈ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നമ്മൾ കണ്ടതാണ് കാര്യവട്ടം ക്യാമ്പസിലടക്കം ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ദൃശ്യങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അതിന്റെ സത്യാവസ്ഥ നമ്മൾ എല്ലാവരും അറിയുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെയും കോഴിക്കോടും ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഇത്തരത്തിലൊരു ദൃശ്യം ഇപ്പോൾ പുറത്തു വരികയാണ്. അത്തരത്തിലേക്ക് കൂടെ ചെല്ലുമ്പോൾ അതെ, ഇത്തരത്തിൽ കോളേജിലെ സംസ്ഥാനത്ത് ഒട്ടാകെയും തന്നെ SFIയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെയും ഒരു കൂട്ടം സംഘങ്ങളുടെയും പിന്തുണയോടെ സാമൂഹ്യ മാധ്യമങ്ങളിലും പുറമേയും വലിയ രീതിയിൽ SFIയെ തെറ്റായി ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമ്പോൾ നിരപരാധിത്വ പക്ഷത്താണ് പലപ്പോഴും SFI ഉണ്ടാകുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു SFI വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേൽക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഈ അടുത്താണ്, ഇന്നാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ക്രൂരമായ ഒരു മർദ്ദനമാണ് SFI വിദ്യാർത്ഥികൾക്ക് UDSF പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നത്. തീർച്ചയായും റമീസ്, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു വലിയ ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇനി SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് കേസ് എന്തെങ്കിലും SFI രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കുമാണ് SFIയുടെ നേതൃത്വം ഈ ഒരു വിഷയത്തെ നേരിടാൻ ശ്രമിച്ചത്. റമീസ് ആണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. SFI വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന KSU MSF പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാദാപുരം ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെയാണ് KSU MSF പ്രവർത്തകർ ആക്രമിച്ചത്. വിശദാംശങ്ങളാണ് റമീസ് നൽകിയത്.